സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമാകുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഡിജിറ്റൽ പരിശോധന തിങ്കളാഴ്ച ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. രാജ്യത്താകമാനം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും പരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലെന്നും യോഗ്യരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് സംബന്ധിച്ച് ഈ മാസം 20-ന് ബോധവൽക്കരണം നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. പുതിയതായിട്ടുള്ള ഒരു ഇലക്ട്രൽ റോളിന് നമ്മൾ രൂപം നൽകുന്നു. അതായത് ഓരോരോ BLO എനുമറേഷൻ ഫോം വഴി ഓരോരോ വീട്ടിലേക്ക് പോയിട്ട് ഡോക്യുമെന്റിന്റെ വെരിഫിക്കേഷൻ നടത്തിയ ശേഷം ഒരു പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോള് ഇതിനാണ് രൂപം നൽകിയിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 2002 ഉണ്ടായിരുന്ന 80% ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഓൾറെഡി 2025 നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് വേറെ ഒരു ഡോക്യുമെന്റേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കേരളയുടെ സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കാം. 20-ാം തീയതി നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട്. അതിലെ കൂടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിക്കും. സുപ്രീം കോടതി നിർദ്ദേശിച്ച ആധാർ അടക്കം 12 രേഖകൾ വോട്ടർ പട്ടിക പുതുക്കലിന് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. ബീഹാറിൽ പൂർത്തീകരിച്ച സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്തും പരിഷ്കരണം നടപ്പാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.